ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഒരു മോർണിംഗ് റുട്ടീനാണ്. ഇന്ന് കർക്കിടകം 1-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തൊരു ദിവസമാണ്, അങ്ങനത്തെ ഒരു ദിവസം കൂടിയാണ്. രാവിലെ ഞാൻ ശരിക്കും ഒരു 4:30 കഴിഞ്ഞ് എണീറ്റ് കുളിച്ചിട്ടൊക്കെ അല്ലേ കയറാൻ പറ്റും. അങ്ങനെ കുളിച്ചിട്ടൊക്കെയാണ് പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വന്നപാടെ ചായക്കുള്ള പാലൊക്കെ വെച്ചതിന് ശേഷം ഉച്ചത്തേക്കല്ല കിച്ചുവിനെ കൊണ്ടുപോകാൻ ഇഡ്ഡലി സാമ്പാറുമാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ അതിനുള്ള സാമ്പാറിനുള്ള പരിപ്പെല്ലാം കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് നൈസായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചെറിയ ബർണർ കത്താറില്ല. അതെന്ത് പറ്റിയാൽ ഒന്ന് സർവീസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലെ അവന് കൊടുത്തു വിടണമല്ലോ. അങ്ങനെ അപ്പോഴത്തേക്കും ചായയൊക്കെ ഈ സമയത്ത് അമ്മ എണീറ്റ്. ഞാൻ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ അമ്മ കുറച്ചല്ല 10 മിനിറ്റ് കഴിയുമ്പോൾ അമ്മ എണീക്കും. അപ്പോഴേ പെട്ടെന്ന് ആവുള്ളൂ. സാധാരണ അവന് ചോറാണ് കൊടുത്തു വിടണം. അപ്പോൾ ഇന്ന് എന്തായാലും ഇഡ്ഡലി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സമയത്ത് ചേട്ടനും പോയി ചായ കഴിഞ്ഞ് പരിപ്പെല്ലാം വേവിക്കാൻ വെച്ച്. ഇവിടെ മാവ് അരച്ച് വെക്കാറാണ് പതിവ്. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കണത് കുറവാണ്. പിന്നെ ഇന്നലെ രാത്രി പിന്നെ പെട്ടെന്ന് വിചാരിച്ചു അതിന് 1-ാം തീയതി കൂടെ ഇല്ലേ, ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി അവനത് തന്നെ കൊടുത്തു വിടാം, എന്നും ചോറല്ലേ എന്ന് വിചാരിച്ച് ആണ് മാവ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ മാവെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ രാത്രിത്തേക്കുള്ള അപ്പത്തിനുള്ള പച്ചരിയാണ് ആ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ അത് ഉച്ച കഴിയുമ്പോൾ അതൊന്ന് അരച്ച് വെച്ച് രാത്രി അതും സെറ്റാവും. പരിപ്പ് വേവിച്ച സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ചോറും അടുപ്പത്ത് വെച്ചായിരുന്നു. അത് വേവുള്ള അരി ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഇളയ സാധനവും ഉറക്കാനിട്ടിട്ടുണ്ട്. നേരത്തെ എണീക്കും, എന്തിനാണോ എന്തോ. അവിടെ ഇന്ന് അവനൊരു മൂടില്ലാത്തൊരു ദിവസമായിരുന്നു. എണീക്കും, കിടത്തി ഞാൻ ഉറക്കും, പിന്നെ ഞാൻ എണീക്കണതിൻ്റെ പുറകെ വീണ്ടും കരഞ്ഞുകൊണ്ട് വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ അവനവിടെ നിർത്തിയിട്ട് ഈ സമയത്ത് ഞാൻ അവനെ കൊണ്ട് കിടത്തിയെന്നാണ് അവനെ ഉറക്കി. എനിക്ക് പാത്രം കഴുകാനൊക്കെ പറ്റും. പിന്നെ ഉറക്കിയിട്ട് വന്നു. അപ്പം അമ്മ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ തരികയാണ്. ഇപ്പം നോക്കിയപ്പോൾ 5-6 പാത്രമാണ് അവിടെ കിടന്നു. അപ്പം അത് ഇട്ട് കൂട്ടണേ കൈയോടെ കഴുകി ഇതുപോലെ ആ കുട്ടയിൽ കഴുകി വെച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ എടുത്ത് മാറ്റണം. അപ്പോൾ രാത്രിത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ ഈ കഴുകണത് ഇപ്പോൾ കഴുകി കുട്ടയിൽ വെച്ച് കുട്ട ഒന്ന് നിറയുമ്പോൾ മാറ്റിയിട്ട് അടുത്ത് കഴുകി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. ഇതിനിടയ്ക്ക് തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, അതാവുന്നുണ്ട്. സാമ്പാർ അടുപ്പത്തിരിക്കുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരകി വയ്ക്കാമെന്ന് വിചാരിച്ചു. തോരത്തിനും ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് സാമ്പാറും ചീനിയാമരയ്ക്ക തോരനുമാണ്. മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും തേങ്ങ ചിരകി വെച്ചാൽ തോരത്തിനും എടുക്കാം, എനിക്ക് അപ്പത്തിന് അരയ്ക്കാനും എടുക്കാമല്ലോ. അപ്പം സാമ്പാറിനകത്തേക്കുള്ള സാമ്പാർ ഏകദേശം ആയിക്കഴിഞ്ഞു. പിന്നെ അതിനുള്ള കടുക് വറുത്തിട്ട് സാമ്പാർ സെറ്റ്. അങ്ങനെ സാമ്പാറും ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കിച്ചുവിൻ്റെ സൗണ്ട് കേൾക്കാം. കാരണം ഞാനിത് രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് 2 ദിവസമായി. പക്ഷെ എനിക്കിതുവരെ വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ രാവിലെ 6:15 ഞാൻ ഈ വോയിസ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതെനിക്ക് കിച്ചു എണീറ്റിട്ടുണ്ടായിരുന്നു. സ്കൂളുള്ള ദിവസമാണെങ്കിൽ അവ എങ്ങനെ പോയാലും ഇപ്പോൾ 7 മണിക്കാണ് എണീക്കണം. അല്ലാത്ത ദിവസം രാവിലെ എണീക്കും. അങ്ങനെ അപ്പോൾ അവൻ്റെ സൗണ്ടുകളൊക്കെയാണ് കേൾക്കണം ബാക്കിൽ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ സാമ്പാർ ഏകദേശം ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇഡ്ഡലിക്ക് അടുത്ത വയ്ക്കാമെന്ന്. അപ്പോൾ ഇഡ്ഡലി തട്ടെന്തോ ആണ് ഞാൻ അവിടെ തപ്പണം. അപ്പോൾ ഇഡ്ഡലിയായി സാമ്പാർ വയ്ക്കഴിഞ്ഞാൽ അവനുള്ളതായ പിന്നെ ഉച്ചത്തേക്ക് തോരനൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ ഇഡ്ഡലി തട്ട് കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതെന്തോ ആണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. എണ്ണ തേച്ച് ഞാൻ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചാൽ അതവിടെ ഇരുന്നാവുമല്ലോ. അപ്പോൾ അവനുള്ളത് സെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് സമാധാനമുണ്ട്. സാധാരണ ഞാൻ എന്നും അമ്പലത്തിൽ പോണതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് 1-ാം തീയതി വാക്കിന് പോകാൻ പറ്റാറില്ല, 3-4 മാസമായിട്ട്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് അവനുള്ളതെല്ലാം ഏകദേശം സെറ്റായി കഴിയുമ്പോഴാണ്, ഏകദേശം ജോലിയെല്ലാം ഒതുക്കി കഴിയുമ്പം ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വരും. എന്നും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നും രാവിലെ പോകാറുണ്ട്.
കാരണം എനിക്ക് എന്തായാലും ഒരു 6:30 6:45 7 മണിയാകുമ്പോൾ ഏകദേശം അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിയും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയും കൂടെ ചെയ്തോളും. ഞാൻ പോയി കുളിച്ചിട്ട് പോയി അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ അവന് കാപ്പി കൊടുക്കുന്നത്, അവനെ കുളിപ്പിക്കുന്നതൊക്കെ. സമയത്തൊന്നും കിച്ചു ഉറക്കം എണീറ്റിട്ടില്ല. പുറത്ത് പോയി നോക്കിയപ്പോൾ അതാ ആശ ഇങ്ങനെ കസേരയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടില്ല ഇവിടെ. അങ്ങനെ ചായ എടുത്ത് കുടിച്ച് ഈ സമയത്ത് ഇഡ്ഡലി അവിടെ ആവുന്നുണ്ട്. ആ ഗ്യാപ്പിൽ വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചായയും കുടിച്ച് റൂമിൽ പോയപ്പോഴത്തേക്കും കിച്ചു എണീറ്റ്. ഞാൻ ചായ കുടിച്ച സമയത്ത് കിച്ചു ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാം, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ബെഡൊക്കെ വിരിച്ചിടാമെന്നും പറഞ്ഞ് അങ്ങനെ റൂമിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ ഇനി വോയിസ് കൊടുക്കുന്ന ഉറക്കം വരും, അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇനി എന്തോ പരിപാടി എന്ന് വെച്ചാൽ ഇനി ഇതെല്ലാം അവനുള്ളതെല്ലാം സെറ്റ് ചെയ്യണം. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് മെഷീനിൽ തുണി ഏകദേശം ആയി കിടപ്പുണ്ട്, അതും എല്ലാം എടുത്ത് കൊണ്ട് വിരിക്കണം. മാളിൽ ഇനി അടുത്ത തുണി വിരിക്കാനാണ്. മാളിൽ കൊണ്ട് തുണി വിരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ എണീക്കുമ്പോഴേ മെഷീൻ ഓണാക്കും. അപ്പോഴേ ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോൾ തുണിയെല്ലാം ഉണങ്ങി പിന്നെ നമുക്ക് എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ കൊണ്ട് കഴുകിയിടാം. ഇതിൽ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് തുണി വിരിച്ചിട്ട് വന്ന് ഞാൻ കഴിച്ച് കിച്ചുവിന് കാപ്പി കൊടുത്ത് അതൊന്നും കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഫോണിൽ ചാർജ് കുറവായിരുന്നു, ചാർജറിൽ വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്തത്. തുണിയെല്ലാം വിരിച്ചിട്ട് താഴെ വന്നപ്പോൾ അമ്മ തോരത്തിനുള്ളതെല്ലാം അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കിച്ചുവിന് കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പാർ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ സാമ്പാർ ഇഡ്ഡലി ആകുമ്പോൾ അവൻ്റെ കാര്യമായല്ലോ. ഇതിന് മുന്നേ അവനും കഴിച്ച് ഞാനും കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. രാവിലത്തെ കാപ്പൂടി ഞങ്ങളെ രണ്ടുപേരും കഴിഞ്ഞ് അവനും ആദിക്കും അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലഞ്ചൊക്കെ പാക്ക് ചെയ്താണ്. അങ്ങനെ അവനുള്ള ഇഡ്ഡലി 2 ഇഡ്ഡലി വെച്ചിട്ടുള്ളൂ. 2 ഇഡ്ഡലി തന്നെ ഭയങ്കര പാടുപെട്ടാണ്. ഇന്ന് രാവിലെ ഇഡ്ഡലി ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുത്തപ്പോഴേ വലിയൊരു തൃപ്തിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ 2 ഇഡ്ഡലിയെ വെച്ചുള്ളൂ. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും അങ്ങനെയുള്ളതായി. ഇനി സ്നാക്സ് ആണെങ്കിൽ ഇവർക്ക് 2 സ്നാക്സ് ഉണ്ട്. രാവിലെ ഒരു സ്നാക്സ് ഉണ്ട്, ഉച്ചയ്ക്ക് ഒരു സ്നാക്സ് ഉണ്ട്. അത് രണ്ട് ഇതിലായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തുണ്ടായി. രാവിലത്തേക്ക് അവന് ഞാൻ 50-50 ബിസ്ക്കറ്റും ഉച്ചത്തേക്ക് കഴിക്കാൻ 2:30-ക്കുള്ള സ്നാക്സിന് കുറച്ച് മിച്ചറുമാണ് കൊടുത്തു വിട്ടത്. പിന്നെ സ്നാക്സൊക്കെ അവർ ഒരുപാട് നമ്മൾ കൊടുത്തു വിട്ടാലും അവർ ആ ടൈമിന് കഴിച്ച് തീർക്കണം. അവർ വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് കൊടുത്തു വിടാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കിച്ചുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോമൊക്കെ ഇട്ട് അങ്ങനെ കിച്ചു സ്കൂളിൽ പോവാണ്. അപ്പോൾ അനി അവിടെ നിന്ന് ടാറ്റ പറയണതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കുറേ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.